റഷ്യയുടെ കുർസിലടക്കം ഉക്രൈൻ സേന വലിയ മുന്നേറ്റം നടത്തിയ വാർത്ത നമ്മൾ മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ റഷ്യ ഒരു വലിയ വാണിംഗ് തന്നെയാണ് ഉക്രൈന് നൽകിയിരുന്നത്. വലിയ തിരിച്ചടിയായിരിക്കും. കാരണം 35 കിലോമീറ്ററോളം റഷ്യൻ മണ്ണിൽ കടന്നു കയറിയിരുന്നു ഉക്രൈൻ സൈന്യം. ഇപ്പോഴിതാ റഷ്യയുടെ തിരിച്ചടി കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള വ്യോമാക്രമണമാണ് നടന്നത്. അതോടുകൂടി തന്നെ ഉക്രൈനിലുള്ള ജലവിതരണ സംവിധാനവും ഒപ്പം തന്നെ വൈദ്യുതി ബന്ധവും എല്ലാം താറുമാറായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഉക്രൈൻ്റെ സൈനിക താവളമായ, അതായത് പ്രധാന സൈനിക താവളമായ പൊക്രോസ്കോവിൽ റഷ്യൻ സൈന്യം എത്തിയിരിക്കുന്നു. ഏതാനും കിലോമീറ്റർ അകലെയാണ് സൈനിക താവളത്തിൻ്റെ ഏതാനും കിലോമീറ്റർ അടുത്ത് വരെ റഷ്യൻ സൈന്യം എത്തിയിരിക്കുന്നു. പൊക്രോസ്കോവ് എന്ന് പറയുന്നത് ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട നഗരമാണ്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. റോഡ് ശൃംഖല ഇവിടെയാണ്. അതായത് ഇതിനെക്കുറിച്ച് ഉക്രൈൻ്റെ ഭരണാധികാരി സെലൻസ്കി പറയുന്നത് സാഹചര്യം അങ്ങേയറ്റം ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഉക്രൈൻ്റെ മുൻനിര സൈനിക വക്താവ് പറയുന്നത് ഈ പൊക്രോസ്കോവ് നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ഉക്രൈൻ തീർന്നു എന്ന് കരുതേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും റഷ്യയുടെ വലിയ മുന്നേറ്റം എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ഉക്രൈനിൽ എമ്പാടും അവരുടെ പട്ടണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ പിടിച്ചെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സൈനിക താവളത്തിന് അരികിലേക്ക് റഷ്യൻ സൈന്യം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.